എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കിച്ചു കുറച്ച് സ്റ്റോറീസ് ഇട്ടേക്കുന്നുണ്ട്. കൊല്ലം സുധിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് കിച്ചു ഇട്ടിരിക്കുന്ന സ്റ്റോറികൾ. അപ്പോൾ കിച്ചുവിൻ്റെ സ്റ്റോറി നോക്കിയിട്ട് ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു കൊല്ലം സുധിയുടെ ബർത്ത്ഡേ എന്നാണ്. അതിൽ ജനുവരി 1 എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ പ്രൂഫിലൊരു ഡേറ്റും സെപ്പറേറ്റ് ടിക്കറ്റ് അടിച്ചു വരുമ്പോൾ മറ്റൊരു റേറ്റും റേറ്റ് അല്ലല്ലോ ഡേറ്റും, ഇനി നമ്മൾ സ്വന്തം ശരിക്കും ജനിച്ച ദിവസം മറ്റൊരു ദിവസം, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ കിച്ചു കൊല്ലം സുധിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്, ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം. അവരുടെ 43ാമത്തെ കൊല്ലം സുധിയുടെ 43ാമത്തെ ബർത്ത്ഡേക്ക് കിച്ചു കൂടെ ഉള്ളപ്പോൾ, കൊല്ലം സുധി ജീവനോടിരുന്നപ്പോൾ അന്ന് അവർ ആഘോഷിച്ച ആ ഒരു കാര്യമാണ് കിച്ചു ഇപ്പോൾ സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്നത്. അന്നത്തെ കിച്ചുവിന്റെ മനസ്സിലുള്ളൊരു ഓർമ്മകളാണ്, അന്ന് അവരെടുത്ത് വെച്ച സുന്ദരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കിച്ചു സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്നത്. ഒരു ഓർമ്മ എന്ന രീതിയിൽ അച്ഛനെ മിസ് ചെയ്തപ്പോഴത്തേനും അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ കിച്ചു ഇട്ടായിരിക്കും. Happy birthday to you. അയ്യോ ആ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പൊ ജീവനോടുണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ അയ്യോന്ന്. ആ പാവപ്പെട്ട മനുഷ്യന്റെ ക്രെഡിബിലിറ്റി, അങ്ങേരുണ്ടാക്കി വെച്ചിരുന്ന പേര്, അങ്ങേരുടെ മാന്യത സകലത് നശിപ്പിച്ചു. അതൊരു വല്ലാത്ത കഴിവ് തന്നെ. താങ്ക് യു. ഇത് ഋതപ്പനാന്ന് തോന്നുന്നല്ലേ, നല്ല ക്ലാരിറ്റി ഉള്ളപ്പോൾ. അത് അദ്ദേഹം ജീവനോട്ടിരുന്നപ്പോൾ എടുത്തിട്ടുള്ള പല വീഡിയോസും കിച്ചു സ്റ്റോറിയിലിട്ട് ആ ഓർമ്മ പുതുക്കുകയാണ്. അതേസമയം നമ്മുടെ രേണു നോക്കിക്കഴിഞ്ഞാൽ സുധിച്ചേട്ട നമ്മുടെ ആനിവേഴ്സറിയാ സുധിച്ചേട്ട പറ ചുതിച്ചേട്ട എന്നും പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് രേണു ഇട്ടുകൊണ്ടിരിക്കുന്നത്. രേണുവിൻ്റെ ഈ ഒരു സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനോ പോലും ഒരു വീഡിയോ ചിത്രങ്ങൾ ഇല്ലെന്നുള്ളതാണ്. ആരൊക്കെ കൊടുത്ത ഫോട്ടോ ഫ്രെയിമുകൾ എടുത്ത് വെച്ചിട്ട് വേണം രേണുവിന് ഇപ്പോഴും കാണിക്കാൻ. അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് ടിക്ടോക്കിൽ ഇട്ട ഫോട്ടോ എവിടെയെങ്കിലും കിടപ്പേണ്ട വീഡിയോ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ രേണുവിൻ്റെ നല്ലൊരു നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിഷമകരമായ കാര്യം. ആഹാ, കൊള്ളാലോ. പഴയ കിച്ചുവിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെയാണ് കിച്ചു ഇട്ടിരിക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരൻ തന്നെയാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം നമുക്ക് ഒരുപാട് നർമ്മ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അത് കോമഡി ഷോയിലാണെങ്കിലും സിനിമകളിലൂടെ ആണെങ്കിലും എല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പുറത്തുള്ള ആളുകളെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വീട് മൊത്തം ദുരന്തമാണെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിനി രേണുവിലേക്ക് നോക്കുകയാണെങ്കിൽ, രേണു ആ ഒരു പിറന്നാൾ മറന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. എല്ലാ ദിവസവും പോലെ ഒരു ദിവസം രേണുവിന് രാവിലെ എണീക്കണം, സബ്സ്ക്രിപ്ഷൻ്റെ കുറേ ഫോട്ടോ എടുക്കണം, നെഞ്ചത്ത് ഗുഡ് മോർണിംഗ് എഴുതി വെക്കണം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് എഴുതി വെക്കണം. അത് നെഞ്ചത്ത് എഴുതി വെക്കണം, അത് മസ്റ്റാണ്. അങ്ങനെ കുറേ ഫോട്ടോസ് ഇടണം, അല്ലെങ്കിൽ കാലെടുത്ത് പൊക്കി തലയിൽ വെക്കണം, അല്ലെങ്കിൽ കാറിൻ്റെ ഡാഷ്ബോർഡ് വെക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എഴുതി വെക്കണം, അല്ലെങ്കിൽ കാലെടുത്ത് മണ്ടയ്ക്ക് വെച്ചിട്ട് അതിൽ സൺ കിസ്ഡ് മൈ ലെഗ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ എഴുതി വെക്കണം. ഇതൊക്കെയാണ് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. സബ്സ്ക്രിപ്ഷൻ എന്നെ കൂടെ തെറ്റിച്ച്. രേണുവിൻ്റെ സ്റ്റോറികളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് വന്നാലോ, പോവാം. അതാണ് ഞാൻ പറഞ്ഞില്ലയോ, ഗുഡ് ഈവനിങ്, നെഞ്ചത്ത് ഗുഡ് ഈവനിങ് എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആർക്കറിയാം. അപ്പം എന്നാലല്ലേ അങ്ങോട്ട് നോട്ടം പോകൂ. അങ്ങോട്ട് നോട്ടം പോയെങ്കിലല്ലേ സബ്സ്ക്രിപ്ഷനകത്ത് ആളുകളുടെ കുത്തൊഴുക്കുണ്ടാവൂ. അത് അവിടെ തന്നെ എഴുതി വെക്കും, എന്തെങ്കിലും ഇവിടെ എഴുതി വെക്കും. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം മറക്കാതെ ഇവിടെ എഴുതുന്നത്, അതങ്ങനല്ല, ഇവിടെ എഴുതി വെക്കും. അത് പക്ഷേ പുള്ളിക്കാരി ഇവിടെ എന്തെങ്കിലും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതത്തില്ല കേട്ടോ, ഇച്ചിരി താഴെ ഇവിടെ എഴുതും. അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. അലച്ചോണ്ടിരുന്നു. അപ്പോ രേണു ആനന്ദ മോഹന വേണു വല്ല തല ബുല്ല തലപ്പായൂതേ ഒക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. രേണു അതിൽ ഇങ്ങനെ സാധനം മറന്നുപോയി. രേണുവിൻ്റെ സ്റ്റോറികളിലൊക്കെ നോക്കിയപ്പോഴും നമുക്കിത് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മളിത് നോക്കുകയാണെങ്കിൽ രേണു ഈ കൊല്ലം സുധിയുടെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് എന്ത് ഒരു സ്റ്റോറിയും കൂടെ കാണിക്കാം കേട്ടോ. കിച്ചുവിൻ്റെ ഒരു സ്റ്റോറിക്കകത്ത് വന്നതാണിത്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് പറഞ്ഞിട്ട് കിച്ചു ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തായാലും കാണിക്കാൻ മറന്നു. ഓക്കെ, നമുക്കിനി രേണുവിലേക്ക് വരാം. രേണു കൊല്ലസുധിയുടെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സിയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കുറേ തപ്പിട്ട് കിട്ടിയ, പക്ഷേ വേറൊരു സെറ്റപ്പിൽ നിന്ന് ഞാനത് ഒപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് ആദ്യം രേണു പറയുന്ന ആ സാധനം ഇത് പ്രശ്നമായെന്ന് കണ്ടു നോക്കാം. ഈ 2022 സുചേട്ടൻ മരിച്ചല്ലേ? 2022 മരിച്ച മനുഷ്യനല്ലേ? 2022 തോന്നുന്നു അല്ലേ സുധിച്ചേട്ടൻ മരിച്ചത് എന്നാണ് രേണു നമ്മളോട് ചോദിക്കുന്നത്. രേണുവിന് പോലും ഉറപ്പില്ല കൊല്ലസുധി എന്നാ മരിച്ചതെന്ന്. ശരിക്കും കൊല്ലസുധി മരിച്ച ഡേറ്റ് ഇതാണ്, 2023 ജൂൺ 5 കൊല്ലസുധി മരിച്ചത്. പുള്ളിക്കരിച്ച് മരിച്ച ഡേറ്റ് ഓർമ്മയില്ല. എനിക്കണ്ട അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ സുധിയോ ഏത് സുധി? ഓ എൻ്റെ പേരിൻ്റെ ബാക്കി കിടക്കുന്ന സുധി. പുള്ളി മരിച്ചായിരുന്നു. പുള്ളി അങ്ങനത്തേക്ക് ഒരു സെറ്റപ്പിലേക്ക് രേണു ഇപ്പോൾ പോയിട്ടുണ്ട്. രേണുവിന് പോലും ഓർമ്മയില്ല എന്നാണ് കൊല്ലസുധി മരിച്ചത്. എങ്ങനെയാണ് പുള്ളി മരിച്ചത്? പുള്ളി ആരായിരുന്നു? ഞാൻ ആരാ ചേട്ടാ? ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ ഇപ്പോൾ രേണുവിൻ്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കാശായി. നേരത്തെ ഒരു 6 കടം മേടിച്ചു കഴിഞ്ഞാൽ മോനെ വാവക്കുട്ടനിലേക്ക് കൊടുക്കാടാന്ന് പറയും. വാവക്കുട്ടൻ എടുത്തിട്ട് എടാ ചേട്ടൻ തരൂടാ ക്ഷമിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു ഇപ്പോൾ നീ ആരുടെ എന്നോട് ചോദിക്കാൻ, ഞാൻ ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനും പാടും. എൻ്റെ പല്ലിനൊരു 4 ലക്ഷം, എൻ്റെ കാറിനൊരു 4 ലക്ഷം, എൻ്റെ ചെരുപ്പിന് 35,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടക്കുകയാണ്. സോ പുള്ളിക്കാരി വന്ന വഴി മറന്നിരിക്കുകയാണ് ഗുയിസ്. ഇത് മാത്രമല്ല, ഈ ഒരു സാധനം പ്രശ്നമായപ്പോഴത്തേനും രേണു കൊല്ലസുധിയുടെ മരണദിനം തെറ്റിച്ച് പറഞ്ഞപ്പോഴത്തേനും, ചരമദിനം തെറ്റിച്ച് പറഞ്ഞപ്പോഴത്തേനും, ഇതുവരെ ചരമ വാർഷികമൊക്കെ ചെയ്തതാ, എന്നിട്ടും പുള്ളിക്കാരിക്ക് ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ പുള്ളിക്കാരുടെ മനസ്സിൽ എന്നോ പോയി കാണും പുള്ളി. അത് അല്ലെങ്കിൽ സ്റ്റിൽ ജീവനോടുണ്ടാവും, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അന്ന് രേണു മറ്റൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ? ഈ മരിച്ച ദിവസം തെറ്റിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് കേട്ടാലോ. നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാതെ. കൊല്ലം സുധി മരിച്ച വർഷം മറന്നുപോയ ഭാര്യ രേണുവിനെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്ത് വന്നു. ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ 2022 സുധി മരിച്ചതെന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ 2023 ജൂൺ 5 വാഹന അപകടത്തെ തുടർന്ന് കൊല്ലം സുധി അന്തരിച്ചത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് രേണു. താൻ ഒരിക്കലും ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതെന്നും ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളുടെ ദിവസങ്ങൾ മാത്രമേ ഓർമ്മിക്കേണ്ടതുള്ളൂ എന്നും രേണു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ രേണു അതാ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നടന്ന ദുരന്തങ്ങൾ ഓർക്കരുതെന്നാണ് രേണു അതിനകത്ത് പറഞ്ഞത്. രേണു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആ ദിവസം പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല. ആ ദിവസം പുള്ളിക്കാരിക്ക് ഓർമ്മയില്ലാത്തതിൻ്റെ കാരണം നല്ല കാര്യങ്ങൾ മാത്രമേ പുള്ളിക്കാരി ജീവിതത്തിൽ ഓർമ്മ വെക്കാറുള്ളൂ. മോശം കാര്യങ്ങളൊക്കെ Ctrl+Alt+Delete അത് അപ്പോഴേ അങ്ങ് മായ്ക്കളെ. ദുരന്തങ്ങളൊന്നും പുള്ളിക്കാരി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ വിചപ്പാ, എന്നെ വിച്ചൂട്ടാ, എന്നെ വിചപ്പാ, എന്നെ വിച്ചൂട്ടാ എന്ന് പറഞ്ഞിട്ട് മോങ്ങി ഒരു തത്തമ്മയൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിന് കണ്ണുമില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും പിള്ളേരോട് സ്നേഹമുള്ള ആള് ആ പിള്ളേരുടെ ജന്മദിനം ഓർമ്മിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും ആ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനമാണ്, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ രേണുവിന് തൻ്റെ മക്കളുടെ ജന്മദിനം ഓർമ്മില്ല. ദുരന്തമാണല്ലോ, നമ്മൾ ദുരന്തങ്ങൾ നമ്മൾ ഓർക്കാറില്ല. കൊല്ലസുധിയുടെ ബർത്ത്ഡേ ഓർമ്മില്ല. ദുരന്തമാണ്, ദുരന്തം നമ്മൾ ഓർക്കാറില്ല. നമ്മളെപ്പോഴും സന്തോഷം തുളുമ്പുന്ന സാധനങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പം എന്താ ഓർമ്മ? ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോടിനോടുള്ള ആൽബം, മറ്റേ കെട്ടിപ്പിടുത്തം, പിന്നെ ഷൂട്ട്, പിന്നെ സബ്സ്ക്രിപ്ഷൻ, എൻ്റെ കുട്ടന്മാരെ സംതൃപ്തിപ്പെടുത്തണം, ഇതൊക്കെ മാത്രമേ ഇപ്പോൾ രേണുവിന് നല്ല നിമിഷങ്ങളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദുരന്തമാണ്. ഒരു കണക്കിന് അവർ തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ. കൊല്ലസുധിയുടെ കൂടെ ജീവിച്ച കാലഘട്ടത്തിലെല്ലാം അവർ സാമ്പത്തികമായി പിന്നോക്കം നിന്നൊരു സമയം, വീടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു സമയം, പലരുടെ നിന്ന് മേടിച്ച കടം തിരിച്ചു കൊടുക്കാനില്ലാത്തൊരു സമയം. ദുരന്തമാ. ആ ജീവിതം ദുരന്തപൂർണ്ണമായിരുന്നു. ഇപ്പോഴും സന്തോഷം. അദ്ദേഹം മരിച്ചു. ഈ ഒരാൾക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ് കൊല്ലസുധിയുടെ മരണം രേണുവിലേക്ക് വന്നെത്തിയത്. ലക്ഷ്മി നക്ഷത്രം അങ്ങോട്ട് വന്നു, എന്നാ മോളെ നിന്റെ ലോട്ടറി പണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കി വിട്ടു. അതിൽ പിന്നെ പുള്ളിക്കാരി ഫുൾ ട്രെൻഡിങ്, വൈറൽ, വേറെ ലെവൽ. പഴയ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഫുൾ സുഖസുന്ദരമായിട്ടുള്ള സന്തോഷം നിറയുന്ന ഓർമ്മകൾ മാത്രം. അടിപൊളിയായിട്ടുണ്ട് രേണു, അടിപൊളിയായിട്ടുണ്ട്. കൊല്ലസുധിയുടെ ബർത്ത്ഡേ ഇനിയിപ്പോൾ രേണുവിന് തെറ്റിയതാണോ കിറ്റുവിന് തെറ്റിയതാണോ എന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഇനി ചോദിക്കുമ്പോൾ പറയും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എന്തിനാ സബ്സ്ക്രിപ്ഷനിലിട്ട് കുട്ടന്മാരെ കാണിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലുണ്ട് സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടൊരു താളമായിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഫ്രെയിമും പിടിച്ചോണ്ട് വരും. കൊള്ളാടെ, ഇങ്ങനെ കുറേ എണ്ണം നമുക്ക് ചുറ്റുമുണ്ട്. കുറേ ആളുകളുണ്ട്. അവർക്ക് അന്നേരത്തെ ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഫ്യൂച്ചറും ഇല്ല, പാസ്റ്റും ഇല്ല, ഭാവിയില്ല, ഭൂതവും ഇല്ല. മൊത്തത്തിൽ ഒരു പ്രേതമായിട്ട് നടക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തും. ബൈ.